അത് ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് വാജിബ് എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് നമ്മൾ ഒരല്പം മനസ്സിലാക്കി. അതേപോലെ തന്നെ ഹറാമ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷ കിട്ടും, ഉപേക്ഷിച്ചാൽ അത് കൂലി ലഭിക്കുന്ന കാര്യം, അതാണ് ഹറാമ്. അതും മനസ്സിലാക്കി. പിന്നെ മന്ദൂബിന് 3 പേരുണ്ട്. ഒന്ന് മന്ദൂബ്, പിന്നെ സുന്നത്ത്, പിന്നെ ഒന്ന് മുസ്തഹബ്. അങ്ങനെ 3 പേരുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമാണ്, ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നുമില്ല. അതാണ് മന്ദൂബ്. കറാഹത്ത് പഠിച്ചു, ഖിലാഫുൽ ഔല പഠിച്ചു. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലിയാണ്. ഒരു കറാഹത്ത് ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും, ചെയ്താലോ ശിക്ഷയില്ല. കറാഹത്ത് തന്നെ വ്യക്തമായിട്ട് നബിതങ്ങൾ നഹി ചെയ്തതാണെങ്കിൽ അതിന് കറാഹത്ത് എന്നാണ്. ഉദാഹരണം, പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കാരം ഒഴിവാക്കൽ, അത് കറാഹത്താണ്. കാരണം വ്യക്തമായി നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളങ്ങനെ പള്ളിയിൽ കയറിയാൽ വുളു ഉണ്ടെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. അതേസമയത്ത് ളുഹാ നിസ്കാരം എന്നുള്ളത് സുന്നത്താണ്, അത് ഒഴിവാക്കൽ ഖിലാഫുൽ ഔലയാണ്, കറാഹത്തല്ല. കാരണം ളുഹാ നിസ്കരിക്കരുത് എന്നുള്ള കൽപ്പനയില്ല, നിസ്കാരം ഒഴിവാക്കരുത് എന്നുള്ള കൽപ്പനയില്ല. ളുഹാ നിസ്കാരം ഒഴിവാക്കരുത് എന്ന കൽപ്പനയില്ല. മനസ്സിലാകുന്നുണ്ടല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ. ളുഹാ നിസ്കാരം ഒഴിവാക്കരുത് എന്ന് കൽപ്പനയില്ല. പക്ഷെ എന്താ കൽപ്പനയുള്ളത്? ളുഹാ നിസ്കാരം നിസ്കരിക്കണം എന്ന കൽപ്പനയുണ്ട്. അപ്പോൾ ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിലെന്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്? ഒഴിവാക്കരുത് എന്നുള്ളൊരു ധ്വനി അതിലുണ്ടല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കൽ ഖിലാഫുൽ ഔലയാണ്. വ്യക്തമായൊരു കാര്യം, പഠിപ്പിച്ച കാര്യം ഒഴിവാക്കരുത് എന്ന് പഠിപ്പിച്ച കാര്യം ഒഴിവാക്കുമ്പോൾ അത് കറാഹത്താകും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഡിയേഴ്സ്, ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ താടി വെക്കലും വടിക്കലും ആയിട്ട് അതിപ്പോ എങ്ങനെ, കറാഹത്താണോ ഉബാഹാണോ? താടി വടിക്കൽ കറാഹത്താണ്. കാരണം താടി അപ്പൊ വെച്ചാൽ എങ്ങനെ? അപ്പം പിന്നെ വടിച്ചാൽ കറാഹത്ത് പറഞ്ഞാൽ സ്ഥിരമായി വടിക്കപ്പെട്ടാൽ അത് ഹറാമായിട്ട് മാറും അല്ലേ? സ്ഥിരമായി ചെയ്യാതിരിക്കലാണ് നല്ലത്, കാരണം ഒരു കറാഹത്തല്ലേ. അതെ, ഞാൻ അതിന്റെ ഒരു നല്ലത് എന്ന് പറഞ്ഞാൽ അപ്പൊ ചെയ്യാൻ അർത്ഥം വരുന്നുണ്ട്. അതാ വെച്ചാൽ അപ്പൊ അത് നമുക്കൊരു അതിന്റെ ഒരു പരിപൂർണമായിട്ട് നമ്മൾ എങ്ങനെ പറയാം? അതെ, താടി വടിക്കുന്നതിന്റെ പ്രബലമായ അഭിപ്രായം കറാഹത്ത് എന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഓക്കെ അല്ലേ? ഒരാളെ ചെയ്യുകയാണെങ്കിൽ അവന് കുറ്റം കിട്ടുമെന്ന് എന്റെ ചോദ്യം. അങ്ങനെ കറാഹത്ത് ചെയ്താൽ നമ്മൾ പറഞ്ഞല്ലോ, കറാഹത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ചെയ്താൽ ശിക്ഷയില്ല, ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും. പക്ഷെ പലരും ആരുന്ന ഒരു വിഭാഗത്തിന് ഇങ്ങനെ വാദമുണ്ടോ, സ്ഥിരമായി ചെയ്യുന്നത് കറാഹത്ത് ഹറാമായി പോകുന്നത്, അങ്ങനെ ഉണ്ടോ? വാദം ഉണ്ടോ? അങ്ങനെ സ്ഥിരമായി ഇപ്പോ ചെറുദോഷങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അത് നല്ലതല്ല എന്ന അഭിപ്രായമുണ്ട്. അല്ല, അങ്ങനെ ഒരു വാദം എന്നോട് ഒരാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താക്കാം, നിങ്ങൾക്ക് തരാം. അപ്പൊ മുബാഹ് എന്നൊന്ന് ബാക്കിയുള്ളത് മുബാഹാണ്. മുബാഹ് മീൻസ് പാല് കുടിക്കും പോലെ, ജ്യൂസ് കുടിക്കും പോലെ. ചെയ്താലും ചോദിക്കൂല, ചെയ്തില്ലെങ്കിലും ചോദിക്കൂല, കുറ്റവുമില്ല, കൂലിയും ഇല്ല. അതാണ്
മുബാഹ്, മുബാഹിൻ്റെ മറ്റേ പേരാണ് ഹലാല്, ജായിസ്. ഇതൊക്കെ ഒരേ അർത്ഥമാണ് എല്ലാത്തിനും. ചെയ്താലും ഒഴിവാക്കിയാലും ശിക്ഷയുമില്ല, കൂലിയുമില്ല പ്രത്യേകിച്ച്. അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് വാജിബാണ് അല്ലേ? വാജിബല്ലേ? അല്ലേ? വാജിബല്ലേ? അതെ. മൈക്കോണൊക്കെ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഫോണായതുകൊണ്ട്. അതായത് ലാപ്ടോപ്പിലേക്ക് മാറ്റണില്ല. ഇപ്പോൾ ലാപ്ടോപ്പ് മാറുമ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ശരിയാവും. അതെ. അപ്പോൾ വാജിബിന് മറ്റൊരു പേരുണ്ട്, ഫർള് എന്ന് അല്ലേ? വാജിബിൻ്റെ മറ്റൊരു പേരാണ് ഫർള്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫർള് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. ഓക്കെ ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ ഫർള് ഈ ഓക്കെ ഇൻഷാ അല്ലാഹ്. ഒരാൾ റിപ്ലൈ തന്ന നല്ല തന്നെ. പിന്നെ അപ്പോൾ ഈ പറയപ്പെടുന്ന വാജിബ് അല്ലെങ്കിൽ ഫർള്, അത് 2 items. വാജിബ് ഈസ് 2 item, ഫർള് ഈസ് 2 item. ഫർള് 2 ഇനമാണ്. അതാണ് നമ്മൾ ബാക്കി വായിക്കുന്നത്. വൽ ഫർളു, നമ്മളെ ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ പിന്നെ 8ാമത്തെ പേജ് അവസാന പാരഗ്രാഫാണ്. വൽ ഫർളു, ഫർളാകുന്നത് നൗആനി, അത് 2 ഇനമാണ്. ഫർള് മീൻസ് വാജിബ് 2 ഇനമാണ്. ഒന്ന് ഫർളു ഐനിൻ, ഫർളു ഐനാണ്. മറ്റൊന്ന് ഫർളു കിഫായത്തിൻ, ഫർളു കിഫായ. ഫർളു ഐൻ, ഫർളു കിഫായ. എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞേ. ഫർളു ഐൻ, ഫർളു കിഫായ. ഓക്കെ. ഫർളുൽ ഐനി, അപ്പോൾ എന്താ ഈ ഫർള് ഐനി എന്ന് പറഞ്ഞാൽ? കാരണം ഫർളിനെ കുറിച്ച് മനസ്സിലാക്കണോ? ചെയ്തില്ലെങ്കിൽ ശിക്ഷയാണ്, ചെയ്താൽ കൂലിയാണ്. അപ്പം അതറിയേണ്ട കാര്യമല്ലേ? അപ്പോൾ ഫർളുൽ ഐനി, ഫർള് ഐനി എന്ന് പറഞ്ഞാൽ അത് അൽ വാജിബു അല കുല്ലി മുക്കല്ലഫിൻ. സയ്യിദ് ഫവാസ് തങ്ങൾ. നമ്മുടെ സയ്യിദ് ഫവാസ് തങ്ങൾ നമ്മളെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. അൽഹംദുലില്ലാഹ്, തങ്ങന്മാരെത്തിയത് വലിയ ബർക്കത്താണ്, സന്തോഷമാണ്. തങ്ങളെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടുള്ളത് ഇസ്ലാമിൻ്റെ 1ാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഫർള് അഥവാ വാജിബ്. അത് 2 ഐറ്റം ഉണ്ട്. ഒന്ന് ഫർള് ഐനി, മറ്റൊന്ന് ഫർള് കിഫായ. ഫർള് ഐനിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറയാണ്. ഫർളുൽ ഐനി അത് അൽ വാജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫിൻ്റെ മേലും നിർബന്ധം, ഓരോരുത്തരുടെ മേലും നിർബന്ധം, ഓരോരുത്തരുടെ മേലും നിർബന്ധമാകുന്ന കാര്യത്തിനാണ് ഫർള് ഐനി എന്ന് പറയുന്നത്. മുക്കല്ലഫ് പറഞ്ഞാൽ ആരാ? അതറിയണ്ടേ? മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആൾക്കാണ് മുക്കല്ലഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആണായാലും പെണ്ണായാലും പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ആളാണ് മുക്കല്ലഫ് എന്ന് പറയുന്നത്. അപ്പോൾ മുക്കല്ലഫായ ഓരോരുത്തർക്കും നിർബന്ധമാകുന്നതാണ് ഫർള് ഐനി. ഒരു എക്സാമ്പിൾ, കൽ മക്തൂബാത്തിൽ ഖംസി, 5 വക്ത് നിസ്കാരം പോലെ. 5 വക്ത് നിസ്കാരം ഓരോരുത്തർക്കും നിർബന്ധമാണ്. അപ്പോൾ ദിറ്റ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ഫർള് ഐൻ. അപ്പോൾ ഫർള് ഐൻ മനസ്സിലായല്ലോ എന്താണെന്ന്. 2ാമത്തെ ഐറ്റം ഫർളുൽ കിഫായ. താങ്കൾക്കൊന്നോ ചോദിക്കാനുണ്ടോ? ഓക്കെ ശുക്രൻ. ഫർളുൽ കിഫായ, ഫർള് കിഫായ 2ാമത്തെ ഐറ്റം. ഫർളിൽ അൽ വാജിബു അലാ ജുംലത്തിൽ മുക്കല്ലഫീൻ
അല അൽ വാജിബു അല ജുംലത്തിൽ മുക്കല്ലഫീൻ, മുക്കല്ലഫീങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടത്തിൻ്റെ മേൽ നിർബന്ധമാണ്. മുക്കല്ലഫീങ്ങളിൽ മൊത്തത്തിൽ മുക്കല്ലഫീങ്ങൾ അഥവാ പ്രായപൂർത്തിയും തങ്ങളുടെ മൈക്കോൺ അതിനാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫർളി കിഫായ എന്ന് പറഞ്ഞാൽ അൽ വാജിബ് അല ജുംലത്തിൽ മുക്കല്ലഫീൻ, മുക്കല്ലഫീങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടത്തിൻ്റെ മേൽ നിർബന്ധം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ മേൽ നിർബന്ധമാകും. അതിനെ ആര് ചെയ്താലും എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. അതാണ് ഈ ഫർളി കിഫായ എന്ന് പറയുന്നത്. ഉദാഹരണം കൽ അംരി ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത് ഇന്നയാൾക്ക് നിർബന്ധമെന്നില്ല, നിസ്കാരം പോലെ. മറിച്ച് എല്ലാ മുക്കല്ലഫീങ്ങൾക്കും നിർബന്ധമാണത്. അതാരെങ്കിലും ഒരാൾ ചെയ്താലോ ബാക്കിയുള്ളവരിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തിന്മ നാട്ടിൽ നടക്കുന്നുണ്ട്, നമ്മളെ വീട്ടിൽ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആരും പ്രതികരിക്കുന്നില്ല മുക്കല്ലഫീങ്ങളായ. അപ്പോൾ അത് എല്ലാവർക്കും ഫർളാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കൽ. അത് നല്ല നിലക്ക് അതിനെ പിന്നെ ഇല്ലായ്മ ചെയ്യൽ. ആരും ചെയ്യുന്നില്ലെങ്കിൽ, ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എല്ലാവരും അതിൻ്റെ ഉത്തരവാദിയാകും. ഒരു വാജിബ് ഒഴിവാക്കിയവരെ പോലെയാകും. വന്നഹിയനിൽ മുങ്കർ, നല്ലത് കൊണ്ട് കൽപ്പിക്കുക. വന്നഹിയനിൽ മുങ്കർ, തിന്മ കൊണ്ട് വിരോധിക്കുക. അത് ഫർളി കിഫായാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഫർള് ഐൻ, ഫർളി കിഫായ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഉസ്താദ് ഒരു പള്ളിയിൽ ജമാഅത്ത്, ആ ജമാഅത്ത് നടന്നിട്ടുള്ള ആ നാട്ടുകാർ മൊത്തം കുറ്റക്കാരല്ലേ? ജമാഅത്ത് പള്ളിയിൽ. അപ്പം ഒരാൾ ചെയ്താൽ ആ നാട് മൊത്തം ആ കുറ്റത്തിന് രക്ഷപ്പെട്ടു. അതൊക്കെ ഫർള് കിഫായാവോ അതോ ഫർള് ഐൻ തന്നെയാണോ? ജമാഅത്ത് എന്നുള്ളതാണോ? അപ്പൊ നമ്മള് പള്ളിയിൽ ഇപ്പൊ ഒരു നമ്മളെ നാട്ടിലെ പള്ളിയില് നിസ്കാരം നിസ്കരിച്ചില്ല, ആരും പള്ളിയിൽ പോയില്ല, നിസ്കരിച്ചില്ല, ജമാഅത്ത് നടന്നില്ല. ആ ജമാഅത്ത് നടന്നിട്ടില്ലെങ്കിൽ ആ മഹല്ലുകാർ മൊത്തം അതിന് കുറ്റക്കാരാണല്ലോ, എല്ലാരും ഉത്തരവാദിയാകും. അപ്പം ഒരാളെ ചെയ്താൽ ആ മഹല്ല് മൊത്തം അതിന് ആ കുറ്റത്തിൽ നിന്ന് വിമുക്തരായി. അപ്പം അത് ഫർള് കിഫായാണോ പിന്നെ ഐനാണോ എന്നാണ് ചോദ്യം. അത് കിഫായാണ്. നാട്ടില് എല്ലാവരുടെ മേലും ബാധ്യതയുള്ളതാണ് കിഫായ. ഓക്കെ, ആരെങ്കിലും ചെയ്താൽ എല്ലാവരും ആ ഉത്തരവാദിത്വം ഒഴിവാകും. ഉദാഹരണം മയ്യത്ത് പരിപാലനം, അത് കിഫായാണ്. ആയോധനകല കിഫയല്ലേ? ആയോധനകല പഠിപ്പിക്കലും ഒരു നാട്ടില് പിന്നെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ഉണ്ടാവില്ല അല്ലേ? ഓക്കെ അല്ലേ? ഫർള് ഐന് ഫർളി കിഫായ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ തന്നെ പറയണം, ആരും പറയും. അപ്പൊ ഫർളിന്റെ 2 items പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് സുന്നത്തിന്റെ 2 items. സുന്നത്ത്, മുസ്തഹബ്, അതുപോലെ തന്നെ മന്ദൂബ്, 3 ഒരേ പേരാണ്. അങ്ങനെ സുന്നത്തും 2 ഐറ്റമാണ്. സുന്നത്തു കിസ്മാനി, സുന്നത്ത് 2 ഇനമാണ്. സുന്നത്തു ഐനിൻ, 9-ാം പേജ് തുടക്കം. സുന്നത്തു ഐനിൻ, ഒന്ന് സുന്നത്ത് ഐനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫർള് ഐന് പോലെ സുന്നത്ത് ഐൻ, ഓരോരുത്തർക്കും സുന്നത്തായ കാര്യം. ഏതുപോലെ? ഖൽമി ദുഫ്രിൻ, നഖം മുറിക്കും പോലെ. നാട്ടിലെ ഒരാൾ നഖം മുറിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ കൂലി കിട്ടൂല. അത് ഓരോരുത്തർ ചെയ്യേണ്ട സുന്നത്താണ്. അത് സുന്നത്ത് ഐനാണ്, ഖൽമി ദുഫ്രിൻ. പിന്നെ സുന്നത്ത് കിഫായ, സുന്നത്ത് കിഫായ ഉണ്ട്. നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവരുടെ മേലും ബാധ്യതയാണ് സുന്നത്ത് എന്നതിലൊക്കെ ബാധ്യത. ഏതുപോലെ? കത്തദ്ഹിയ്യത്തി, ഉദ്ഹിയ്യത്ത് ഇറക്കും പോലെ. അൻ അഹ്ലി ബൈത്തിൻ, അഹ്ലി ബൈത്തിലെ തൊട്ട് അഥവാ കുടുംബക്കാരെ തൊട്ട് പിന്നെ ഉദ്ഹിയ്യത്ത് ഇറക്കുക എന്നുള്ളത് സുന്നത്തി കിഫായാണ്. ഒരു കുടുംബത്തിൻ്റെ ആളുകൾക്ക് വേണ്ടി ഒരാൾ ഉദ്ഹിയ്യത്ത് ഇറക്കുക എന്നുള്ളത് സുന്നത്ത് കിഫായാണ് ഒരു കുടുംബത്തിൽ.
അപ്പോൾ ഒരാൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എന്താകും? എല്ലാവർക്കും ഉത്തരവാദിത്വം ഒഴിവാകുകയും ചെയ്യും. അതാണ് സുന്നത്ത് കിഫായ. അപ്പോൾ എല്ലാവരുടെ മേലും സുന്നത്ത് എന്ന നിലക്ക് ബാധ്യതയാണ്. ഒരാൾ ചെയ്താൽ എല്ലാത്തിനും ആ സുന്നത്ത് വീടിയവരെ പോലെ ആകും. പ്രതിഫലം ചെയ്ത ആൾക്കേ കിട്ടും. അത് ഫർള് കിഫായ ആണെങ്കിൽ തന്നെ. കാരണം മയ്യത്ത് ഒരാൾ മരിച്ചു, ആ മരിച്ച മയ്യത്തിന് വേണ്ട എല്ലാവിധ മയ്യത്ത് പരിപാലനം, കുളിപ്പിക്കുക, മറവാടുക എല്ലാം ഒരു 5-6 പേര് ചെയ്തു. എന്നാൽ ആ ചെയ്തവർക്ക് കൂലി കിട്ടും. ബാക്കിയുള്ളവർക്ക് ഇതിൻ്റെ ചെയ്യാത്തതിൻ്റെ ശിക്ഷ കിട്ടൂല. അതാണ്. അപ്പോൾ സുന്നത്തും 2 ഐറ്റം പഠിച്ചു. അപ്പോൾ ഫർള് ഐനി, ഫർള് കിഫായ, സുന്നത്ത് ഐനി, സുന്നത്ത് കിഫായ. I will repeat once again. ഫർള് ഐൻ, ഫർള് കിഫായ, സുന്നത്ത് ഐൻ, സുന്നത്ത് കിഫായ. ഓക്കെ ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു വിഷയത്തേക്ക് പോവാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഒൽ കറാഹത്ത് വർബാനി. ഇനി നമ്മൾ കറാഹത്തിൻ്റെ, നമ്മൾ ഇതുവരെ കേൾക്കാതെ കറാഹത്ത് 2 ഐറ്റംസ് എന്ന് കേൾക്കുകയാണ്. പുതിയ അറിവ്. ചിലപ്പോൾ സുന്നത്തിൻ്റെ കേട്ടിട്ടുണ്ടാവും. കറാഹത്ത് 2 ഇനമുണ്ട് കേട്ടോ. കറാഹത്ത് 2 ഇനം ഉണ്ട്. യു ക്യാൻ ഗെസ്. ഹു ക്യാൻ ഗെസ്? ദർ ആർ 2 ഐറ്റംസ് ഇൻ കറാഹത്ത്. കറാഹത്ത് 2 ഇനമുണ്ട്. ആയിരിക്കും ഗെസ് ചെയ്യാം? ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു പുതിയ അറിവ് കിട്ടും. ഒരു കറാഹത്ത് ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടൂല അല്ലേ? ശിക്ഷ കിട്ടുമോ? കറാഹത്തിന്റെ മൊത്തത്തിലുള്ള ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു. ചെയ്താൽ ശിക്ഷയില്ല. ഒരു കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ല. ഏകദേശം ഒരു കറാഹത്ത് ഒഴിവാക്കിയാൽ എനിക്ക് കൂലി കിട്ടും. അതാണ് കറാഹത്ത്. ഒരു കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ല, ഒഴിവാക്കിയാൽ കൂലി ലഭിക്കും. താടി വെക്കണ പോലെ, താടി വെച്ചാൽ കൂലി കിട്ടും, വെച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ഇല്ലാതെ കിട്ടും. അതെ. അപ്പൊ ഇങ്ങനെ കറാഹത്ത് 2 ഇനുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിക്കാൻ പോകണം. വൽ കറാഹത്തു വർബാനി. കറാഹത്ത് 2 ഇനമാണ്. ഒന്ന് കറാഹത്തു തൻസീഹിൻ വ കറാഹത്തു തഹരീമിൻ. ഒന്ന് കറാഹത്തു തൻസീഹിൻ, മറ്റൊന്ന് കറാഹത്തു തഹരീമിൻ. ഒരു മിനിറ്റ്. അല്ലാ. ഓക്കെ. അപ്പോൾ കറാഹത്ത് 2 ഇനമാണ്. കറാഹത്തു തൻസീഹിൻ വ കറാഹത്തു തഹരീമിൻ. ഫൽ ഊല, ഒന്നാമത്തത് കറാഹത്തു തൻസീഹാണ്. ഒന്നാമത്തത് കറാഹത്തു തൻസീഹ് എന്ന് പറഞ്ഞാൽ ലൈസ ഫീഹ ഇസ്മുൻ. ഈ പരിചയപ്പെടുത്തുന്ന കറാഹത്തു തൻസീഹിൽ കുറ്റമില്ല. നേരത്തെ പറഞ്ഞ കറാഹത്ത് അത് തന്നെയാണ്. ലൈസ ഫീഹ ഇസ്മുൻ, ഇതിൽ കുറ്റമില്ല. അതാണ് നമ്മൾ സാധാരണ കറാഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? കറാഹത്തു തൻസീഹ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ നമ്മൾ കറാഹത്ത് എന്ന് പറയുന്ന, കുറ്റമില്ല എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, അതാണ് കറാഹത്ത്. വസ്സാനിയത്തു, 2ാമത്തത് കറാഹത്തു തഹരീമാണ്. എന്ന് പറഞ്ഞാൽ യഅ്സിമു ഫാഇലുഹ, അത് ചെയ്യുന്നവർക്ക് കുറ്റം ലഭിക്കും. കറാഹത്തു തഹരീം എന്നാണ് അതിൻ്റെ പേര്. കറാഹത്തു
തഹ്രീം യഅ്സിമു ഫായിലുഹ, അത് ചെയ്യുന്നവർക്ക് കുറ്റമുണ്ട്. ഫഹിയ കൽ ഹറാമി, അപ്പോൾ ഇത് കുറ്റം ലഭിക്കും എന്ന വിഷയത്തിൽ ഹറാമിനെ പോലെയാണ്. കുറ്റം ലഭിക്കുന്ന വിഷയത്തിൽ അത് ഹറാമിനെ പോലെയാണ്. പക്ഷേ എന്താ വ്യത്യാസം? അപ്പോൾ ഹറാം തന്നെ പറഞ്ഞൂടെ, പിന്നെ കറാഹത്ത് തഹ്രീം എന്തിനാ പറയുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടോ? കറാഹത്തിനെ രണ്ടിനാ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം കറാഹത്ത് തഹ്രീം എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അതിനെ ഹറാം തന്നെ പറഞ്ഞൂടെ? ഒരു കറാഹത്ത് തഹ്രീം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കറാഹത്ത് തഹ്രീം എന്ന് പറഞ്ഞാൽ യഅ്സിമു ഫായിലുഹ, ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുമെന്നാണ്. ശിക്ഷ കിട്ടുന്നത് ഹറാം എന്ന് പറഞ്ഞൂടെ? പക്ഷേ ഇവിടെ പറയുന്നു ഇല്ല അന്നഹ, എന്നാ വ്യത്യാസം പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. ഇല്ല അന്നഹ തഖ്തദിൽ ഇസ്മ ബിദലീലിൻ യഹ്തമിലു തഅ്വീല വൽ ഹറാമു യഖ്തദീഹി ബിദലീലിൻ ഖതഈൻ ലാ യഹ്തമിലു തഅ്വീല. അതാണ് വ്യത്യാസം. നിങ്ങളൊരു ഹറാമിനെ പറയോ? ഒരു ഹറാമിന് ഉദാഹരണം നിസ്കാരം ഒഴിവാക്കുന്നത്. അതെ. അപ്പോ നിസ്കാരം ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ കള്ള് കുടിക്കുന്നു, അല്ലെ? ഇത് ഹറാമാണ്. കള്ള് കുടിക്കൽ ഹറാമാണ്. കള്ള് കുടിക്കൽ ഹറാമാണ് എന്നുള്ളതിനെ ഒരു നിലക്കും നമുക്കത് വ്യാഖ്യാനിച്ച് ഹലാലാക്കാൻ പറ്റൂല. അത് ഖത്ഈ, വ്യക്തമായ നിലക്ക്, നസ്സൻ നിലക്ക് ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ്. വ്യക്തമായ നിലക്ക് ഹറാമാക്കിയിട്ടുണ്ടാകും. അതിന് പിന്നെ വ്യാഖ്യാനിക്കാൻ ഒരു ചാൻസും ഒരു പഴുതും ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറയുക ഹറാം എന്ന് പറഞ്ഞാൽ. അതിനെ വ്യാഖ്യാനിക്കാൻ ഒരു പഴുതുമില്ല. അത് നസ്സൻ നിലക്ക്, വ്യക്തമായ നിലക്ക് അത് ഹറാമാക്കിയതാണ്. അതാണ് ഹറാം എന്ന് പറഞ്ഞാൽ. അതേ സമയത്ത് നമ്മൾ പറയുന്ന കറാഹത്തു തഹ്രീം എന്ന് പറയുന്ന ഒരു വിഷയം, അത് ചിലപ്പോൾ ആ തെളിവിലൂടെയാണ് ഇപ്പോൾ ഒരു വിഷയം കറാഹത്ത് തഹ്രീമാണെന്ന് പറയുന്നത് ഒരു ഹദീസിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഹദീസ് നമുക്ക് മറ്റൊരു അർത്ഥവും കൂടി വെച്ച്, തങ്ങളെ മൈക്കോണായിട്ടുണ്ടോ? കറാഹത്ത് തഹ്രീമാണെന്ന് അറിയിക്കുന്ന ഒരു ഹദീസിനെ അതൊരു മറ്റൊരു അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ അതിന് ശിക്ഷ ഉണ്ടാവുകയില്ല. അപ്പോൾ വ്യാഖ്യാനിക്കാൻ പറ്റും മറ്റൊരു അർത്ഥത്തിലേക്ക്. വെറുതെ വ്യാഖ്യാനിക്കുകയല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് കറാഹത്ത് തഹ്രീമാകുന്നത്. അത് എല്ലാ സമയത്തും ഹറാമായിക്കൊള്ളണം എന്നില്ല എന്നാ പറഞ്ഞത്. അതേ സമയത്ത് കള്ളുകുടി എന്നുള്ളത് അത് ഒരു നിലക്കും ഒരു വ്യാഖ്യാനത്തിലൂടെയും ഒരർത്ഥത്തിലും നമുക്കത് ഹറാമല്ല, ഹലാലാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അതിന് ഒരൊറ്റൊരർത്ഥം തന്നെ, അത് ഹറാം തന്നെ. ഇന്നമൽ ഖംറു വൽ മൈസിറു എന്ന് പറയുന്ന ആയത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കള്ള് ഹറാമാണ് എന്നതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂല. കറാഹത്ത് തഹ്രീം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം നമുക്കത് വ്യാഖ്യാനിക്കാനും ഒരു മറ്റൊരു അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് എന്ന് സാധ്യതയുള്ള കാര്യങ്ങൾക്കാണ് ഈ കറാഹത്ത് തഹ്രീം എന്ന് പറയുന്നത്. വൽ ഹറാമു, ഹറാമാകുന്നത് യഖ്തദീഹി, ഈ ശിക്ഷയെ തേടുന്നു, ശിക്ഷ ലഭിക്കുന്നു, ബിദലീലിൻ ഖതഈൻ, വ്യക്തമായ ഖതഈയായ ഉറച്ച തെളിവ് കൊണ്ട്, ലാ യഹ്തമിലു തഹ്വീല, അത് ഒരു വ്യാഖ്യാനത്തിനെയോ ഒരു വിശദീകരണത്തിനെയോ അതിന് സാധ്യതയില്ല, അതിന് ഒരു പഴുതും ഉണ്ടാവുകയില്ല. അതാണ് ഹറാമും കറാഹത്തു തഹ്രീമിൻ്റെ ഇടയിലുള്ള വ്യത്യാസം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാജിബ് 2 ഇനമുണ്ട്, സുന്നത്ത് 2 ഇനമുണ്ട്, കറാഹത്ത് 2 ഇനമുണ്ട്. ഓക്കെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം കറാഹത്ത് തഹ്രീം. അപ്പൊ അതിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്തായിരിക്കും?
കറാഹത്തു തഹരീമിന് എക്സാമ്പിൾ ഞാൻ നോക്കിയിട്ട് തന്നെ പറയാം, വ്യക്തമായിട്ടുള്ളൊരു തെളിവ്. ഇതിൽ തെളിവ് ഹദീസ് ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ കിതാബിൽ, മുഖ്തസറായ ഷോർട്ടായ കിതാബായതുകൊണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് എന്താക്കാം, ഇതിൻ്റെ വലിയ കിതാബ് നോക്കി അതിലുള്ള തെളിവ് ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പുതിയ വിവരങ്ങൾ ഒരുപാട് കിട്ടിയില്ലേ? എന്താ പറയുന്നു? കിട്ടി അൽഹംദുലില്ലാഹ് ഖൈറാണ്. വേറെ എന്തെങ്കിലും വിഷയത്തെ പറയാൻ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ അറിയിക്കാനുണ്ടെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതിനുള്ള അവസരമാണ്. ഇല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കും. പുതിയ പുതിയ വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്, വളരെ രസകരമാണ്. തഹരീമിന്റെ ഖിറാഅത്തിന്റെ ഒരു ഉദാഹരണം ഇൻഷാ അല്ലാഹ് അത് ഞാൻ എന്തായാലും അറിയിക്കും. നോക്കിയിട്ട് തന്നെ പറയണം. പിന്നെ വേറെ നമ്മളെ റഫീഖ് അലില്ലേ, റഫീഖ് ജംഷീർ ആദിൽ PM, ഒരേ ആദിൽ മുഹമ്മദ് ആദിൽ, പിന്നെ ഒന്ന് ആദിൽ മുഹമ്മദ് അല്ലേ, 2 ആദിലുണ്ടല്ലേ? അവര് കേൾക്കുന്നുണ്ട്? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശുക്ർ. ഓക്കെ ഓക്കെ. തങ്ങൾക്ക് റാഹത്തല്ലേ? തങ്ങള് ഇന്ന് ആദ്യമായിട്ട് തോന്നുന്നു? അതല്ലേ? മാഷാ അല്ലാഹ്, താങ്കൾ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്താ? മാഷാ അല്ലാഹ്, താങ്കളെ ദുആ ചെയ്യണോട്ടെ. താങ്കൾ എവിടെയാ സ്ഥലം? മൂടബിദ്ര, കർണാടക. കർണാടകയാ? നമ്മളെ നാട്ടിൽ. നിങ്ങളെ നാട്ടുകാരായിരിക്കും അല്ലേ സാറേ? അതെ. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്, നേരിൽ കാണാൻ നമ്മളെ കൊടകാണ് തങ്ങളെ. തങ്ങളെ ജോലി എന്ത്? പച്ചക്കറി കച്ചവടം. മാഷാ അല്ലാഹ്, കച്ചവടം ഏറ്റവും നല്ല ജോലിയല്ലേ? അത്താജിർ സദൂഖുൽ അമീൻ മഅസുദ്ദീഖീൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്താജിർ സദൂഖു, സത്യം പറയുന്ന നല്ല കച്ചവടക്കാരൻ, അൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, മഅസുദ്ദീഖീൻ, അവർ നബിമാരോട് കൂടെയാണ്, അവർ അമ്പിയാക്കളോട് കൂടെയാണ്. അവർക്ക് വലിയ സ്ഥാനമാണ് അള്ളാഹു കൊടുക്കുന്നത്. കാരണം നമ്മൾ ഉസ്താദുമാർ പറയാറുണ്ട്, കച്ചവടത്തിൽ മനുഷ്യനെ കൂടുതൽ പിന്നെ ഇബ്ലീസ് പറ്റിക്കുന്ന ഒരു മേഖലയാണ്. കൂടുതൽ കളവ് പറയിപ്പിക്കാനും അതുപോലെ തന്നെ കൂടുതൽ വഞ്ചിക്കാനുള്ള മാർഗമായത് കൊണ്ട് തന്നെ അവിടെയുള്ള ജിഹാദ്, അവിടെയുള്ള പോരാട്ടം ചെറിയ പോരാട്ടമല്ല. അപ്പോൾ അവർക്ക് വലിയ സ്ഥാനം കൊടുക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു പ്രഖ്യാപനം ചെയ്തത്. അത്താജിർ സദൂഖുൽ അമീൻ മഅൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഇടയിൽ അങ്ങനെ വിഷയങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പുതിയ ചാപ്റ്ററാണ് ഇനി എടുക്കാൻ പോകുന്നത്, നിസ്കാരം. അസ്സലാ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാധന 4 ഇനമുണ്ട്. ഏതൊക്കെയാണ് ആ ആരാധനകൾ? കർമ്മശാസ്ത്രം 4 ഇനമുണ്ട്. ഏതൊക്കെയാണ് ആ 4 ഇനങ്ങൾ? ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കും. അങ്ങനെ നിസ്കാരത്തിൻ്റെ ചർച്ചകൾ തുടങ്ങും. അങ്ങനെ പോകും ഇൻഷാ അല്ലാഹ്. നല്ല അത്യാവശ്യമായ കാര്യങ്ങളാണ്.
പിന്നെ കർമ്മശാസ്ത്രം 4 ഇനം ഉണ്ട് കേട്ടോ. കർമ്മശാസ്ത്രം 4 ഇനം കർമ്മശാസ്ത്രം. കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും ഈ 4 കർമ്മശാസ്ത്രം? കർമ്മശാസ്ത്രം നമ്മളൊക്കെ കേട്ട് എന്നല്ലാതെ 4 രൂപത്തിലുണ്ടാ? ഏതൊക്കെയാണ് ഈ കർമ്മശാസ്ത്രം? 4 കാര്യങ്ങൾ ഏതായിരിക്കും കർമ്മശാസ്ത്രങ്ങൾ? ഇബാദത്ത്, മാഷാ അല്ലാഹ്, മുആമലാത്ത്, മുനാകാഹത്ത്, ജിനായത്ത് അല്ലേ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ 4 ഐറ്റംസ് ഉണ്ട് കർമ്മശാസ്ത്രം. കർമ്മം എന്നല്ലേ, കർമ്മത്തിന്റെ ശാസ്ത്രമല്ലേ. അപ്പോൾ മനുഷ്യന്റെ കർമ്മങ്ങൾ 4 ഇനുണ്ട്. അപ്പോൾ അതിനെ പഠിക്കുന്ന ശാസ്ത്രവും 4 ഇനമാകും. അപ്പോൾ കർമ്മശാസ്ത്രം 4 ഇനാകുന്നു. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചത് തന്നെ ഇബാദത്ത് ചെയ്യാനാണ്.